നിയമസഭാ തിരഞ്ഞെടുപ്പിന് മിഷൻ 2026 പ്രഖ്യാപിച്ച് ബി.ജെ.പി. കോർ കമ്മിറ്റി 21 നിയമസഭാ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം. പൂഞ്ഞാറടക്കം കൂടുതലിടങ്ങളിൽ മത്സരം കടുപ്പിക്കും. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാൻ ബി.ജെ.പിക്ക് വേണ്ടി ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളായ വരാഹി കളത്തിലിറങ്ങും. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങളുമായി. സഹിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ വമ്പൻ പരാജയത്തിനൊക്കെ ശേഷം മുഖം മിനുക്കാൻ കച്ചകെട്ടി ഇറങ്ങുകയാണ് ബി.ജെ.പി. അല്ലേ? വെറും മുഖം പിനിക്കലെന്നൊന്നും ഇതിനെ പറയാൻ കഴിയില്ല സേതു. കാരണം ഈ ഒരു ഏജൻസിയെ മുൻപെല്ലാം CPM അടക്കമുള്ള സംഘടനകൾ അവരുടെ പാർട്ടി സമ്മേളനങ്ങൾ ഈവൻ മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചപ്പോൾ അതെല്ലാം വലിയ രീതിയിൽ പരിഹസിച്ചിരുന്ന ബി.ജെ.പി. ആണ് ഇപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും മെനയുന്നതിന് വേണ്ടി ഒരു ഏജൻസിയെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. വരാഹി എന്ന് പറയുന്ന ഏജൻസിയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കായി അവർ ചുമതലപ്പെടുത്തിയിരിക്കുന്നതും. എന്തായാലും ഇന്നലെ ചേർന്ന കോർ കമ്മിറ്റിയിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. മിഷൻ 2026 ഇന്നലെ തന്നെ ഈ കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കാനെത്തിയ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ പറഞ്ഞിരുന്നു തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് 2026 കേരളം പിടിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നൊക്കെ എനിക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ എന്തായാലും കേരളത്തിലെ 2026 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. അവരുടെ പ്രവർത്തനം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മിഷൻ 2026 എന്നാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ 21 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങളാണ് അവർ പ്രാധാന്യം നൽകുന്നത്. പൂഞ്ഞാറടക്കമുള്ള മണ്ഡലങ്ങളിൽ കാര്യമായ പ്രവർത്തനം ഉണ്ടായിക്കഴിഞ്ഞാൽ ജയിക്കാൻ കഴിയുമെന്ന് PC ജോർജ് വാക്കുകൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പൂഞ്ഞാറടക്കമുള്ള മണ്ഡലങ്ങളിൽ പ്രവർത്തനം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല മറ്റൊന്ന്, ഈ ഏജൻസി ആയിട്ടുള്ള വരാഹി മുൻപ് ഇവിടെ രഹസ്യമായ ഒരു പഠനം നടത്തിയിരുന്നു. അതിൽ 21 മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വിജയസാധ്യതയുണ്ട്, അല്ലെങ്കിൽ കടുത്ത പോരാട്ടം ബി.ജെ.പിക്ക് കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ളത് വരാഹിയുടെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 21 മണ്ഡലങ്ങളിൽ നിങ്ങളുടെ പ്രവർത്തനം ശക്തമാക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. മണ്ഡലം ഭാരവാഹികളെ ഇപ്പോൾ വരുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും തീരുമാനിക്കുക. ഒപ്പം തന്നെ ജംബോ ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാക്കാനും ഇന്നലെ ചേർന്ന കോർ കമ്മിറ്റിയിൽ തീരുമാനിച്ചിട്ടുണ്ട്. 31 ജില്ലാ കമ്മിറ്റികളാണ്. അതായത് 14 ജില്ലകളിൽ 31 ജില്ലകളായി അവർ വിഭജിക്കും. ആ 31 ജില്ലകളായി വിഭജിക്കുന്നത് എന്തിനെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ 2 പേര് മാത്രമാണ് ഇന്നലെ നടന്ന കോർ കമ്മിറ്റിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഒന്ന് MT രമേശ് ആയിരുന്നു, മറ്റൊന്ന് PK കൃഷ്ണദാസ് ആയിരുന്നു. ഈ 2 പേരും ഈ 31 ജില്ലാ കമ്മിറ്റികളാക്കുന്നതിനെ എതിർത്തിരുന്നു. എന്നാൽ സഹപ്രഭാരി ഇതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപരാജിത സാരംഗി പറഞ്ഞത് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അവിടെയെല്ലാം പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം ഇത്തരത്തിൽ ജില്ലാ കമ്മിറ്റികളുടെ വിഭജനം കൊണ്ടുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നിലവിലെ ജില്ലാ കമ്മിറ്റികളെ വിഭജിച്ച് 31 ജില്ലാ കമ്മിറ്റികളിലേക്ക്, 14 ജില്ല എന്നുള്ളതിന് പകരം 31 ജില്ലയിലേക്ക് എത്തിക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്നെടുത്ത് പറയേണ്ടത്, ഈ വരാഹിയെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏൽപ്പിക്കുമ്പോൾ ഇനി എങ്ങനെയാണ് ഇത് സംബന്ധിച്ചുള്ള മുന്നോട്ട് പോകേണ്ടത്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതെല്ലാം ഇനി എങ്ങനെ പിടിച്ചു നിർത്താം, എവിടെയൊക്കെ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയും, തൃശ്ശൂർ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചു, അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം സംബന്ധിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കി കൊടുത്ത ഒരു സംഘടന അല്ലെങ്കിൽ ഏജൻസി കൂടിയാണ് വരാഹി. ആ വരാഹി തന്നെയായിരിക്കും ഇനി ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക. എന്തായാലും ബി.ജെ.പി. ഒരു ഏജൻസിയെ തങ്ങളുടെ പ്രവർത്തനം ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ അത് അത്തരം ഏജൻസികളെ ഏൽപ്പിച്ചാലും എത്രത്തോളം ഇത് വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി നേതാക്കൾ തമ്മിൽ പരസ്പരം സംസാരിച്ചു തുടങ്ങുക, അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ മാറ്റം വരുത്തുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ വരാഹി മുന്നോട്ട് വെക്കാനുള്ള ആദ്യ സാധ്യത എന്ന് പറയുന്നത്. അവർ ആദ്യം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം അത് തന്നെയായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും കേരളത്തിൽ എന്ത് പ്രവർത്തനം നടത്തിയിട്ടും ബി.ജെ.പിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഏജൻസി ഏൽപ്പിക്കുമ്പോൾ എത്രത്തോളം സാധ്യതകൾ ബി.ജെ.പിക്ക് ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് കൂടി പരിശോധിച്ചിട്ടായിരിക്കും ഒരു ഏജൻസി ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ 21 നിയോജക മണ്ഡലങ്ങളാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സേതു, ശരി സഹിൻ. അങ്ങനെ ബി.ജെ.പി. കച്ചമുറുക്കി വീണ്ടും രംഗത്ത് വരികയാണ്. 2026 തിരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പൊക്കെ ഇത്രയും ഗംഭീരമായിട്ടൊക്കെ അവർ പ്രചരണം നടത്തിയത് പോലും ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ ലക്ഷ്യം വെച്ചായിരുന്നു. പക്ഷേ വിജയിക്കാൻ പറ്റിയില്ല. അവർ പ്രതീക്ഷിച്ച അത്രയൊരു നേട്ടം കൊയ്യാൻ പറ്റിയില്ല ബി.ജെ.പിക്ക്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മിഷൻ 2026 ബി.ജെ.പി. രംഗത്ത് വരുന്നത്.